എല്ലാവർക്കും ശരത് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ പഴയ കാലത്തെ ഒരു ഡിവൈസ് ആയിട്ട് തോന്നിക്കുമെങ്കിലും ഏറ്റവും പുതിയ ടെക്നോളജീസ് ഉൾപ്പെടുന്ന ഒരു നോയ്സി ബോക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ നോയ്സി ബോക്സ് റെട്രോ എക്സസ് എന്ന് പറഞ്ഞ ഒരു സ്മാർട്ട് FM റേഡിയോ പ്ലസ് ബ്ലൂടൂത്ത് സ്പീക്കറാണ്. സോ ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് പണ്ട് കാലത്തെ പ്രൊഡക്ട്സ് എല്ലാം വളരെ ഇഷ്ടമാണ്, പഴയ ഡിസൈൻസ് എല്ലാം വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ നിങ്ങൾക്ക് ഏറ്റവും പുതിയ ടെക്നോളജീസ് ഉൾപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ് വേണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റായിട്ട് പോകാവുന്നതാണ്. ഏകദേശം 1500 രൂപയിൽ താഴെ മാത്രം വില വരുന്ന ഈ പ്രൊഡക്റ്റിൻ്റെ ബൈയിങ് ലിങ്കും ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ പ്രൊഡക്റ്റ് വരുന്ന ബോക്സ് എന്ന് പറയുന്നത് ഒരു പ്രീമിയം മാറ്റ് ഫിനിഷുള്ള ഒരു ബോക്സാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ തന്നെ ഒരു ബ്ലാക്ക് കളറിൽ അവരൊരു ഗോൾഡൻ കളറിൽ നോയ്സി ബോക്സിൻ്റെ ലോഗോ ഇട്ടിട്ടുണ്ട്. അത് കാണാൻ തന്നെ നല്ല രസമാണ്. അതേപോലെ തന്നെ മറ്റേ സൈഡിൽ നമുക്ക് പ്രൊഡക്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഈ സൈഡിൽ മൊത്തത്തിൽ ഈ ബോക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വിൻറ്റേജ് ലുക്കാണ് അവർ ഈ ബോക്സിന് കൊടുത്തിരിക്കുന്നത്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമായിട്ട്. അപ്പോൾ ഈ സൈഡിൽ നമ്മൾക്ക് ഈ പ്രൊഡക്റ്റ് ഏതൊക്കെ കളേഴ്സാണ് അവൈലബിൾ എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വുഡൻ ബ്രൗൺ കളറുണ്ട്, അതേപോലെ റെഡും ബ്ലാക്കും ഉണ്ട്. നമ്മുടെ കയ്യിലുള്ളത് വുഡൻ ബ്രൗൺ കളറാണ്. അപ്പോൾ ബാക്കി 2 കളേഴ്സ് നമ്മൾക്ക് അവൈലബിൾ ആണ്. ഇനി മറ്റേ സൈഡിൽ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഫങ്ഷനാലിറ്റീസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിലിപ്പോൾ മൊത്തം 3 റേഡിയോ ബാൻഡുകളുണ്ട്, അതേപോലെ USB സപ്പോർട്ട്, ഓക്സിൻ്റെ സപ്പോർട്ട്, SD കാർഡ്, പിന്നെ റീചാർജബിൾ ആണ് എന്നിങ്ങനത്തെ കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് പ്രൊഡക്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്കൊരു ചെറിയൊരു പേപ്പറിൽ ഇതിൻ്റെ യൂസർ മാനുവൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ യൂസർ മാനുവൽ തുറന്നു നോക്കുവാണെങ്കിൽ അതിൽ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പ്രത്യേകമായിട്ടും ഈ പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, പിന്നെ ഇതിൻ്റെ ബ്ലൂടൂത്ത് എങ്ങനെ കണക്ട് ചെയ്യണം, അതുപോലെ ഇത് ചാർജ് ചെയ്യുന്ന കാര്യങ്ങൾ, അതിനെക്കുറിച്ചെല്ലാം തന്നെ ഈ പ്രൊഡക്റ്റിൻ്റെ കാര്യം വിശദമായിട്ട് നമുക്ക് യൂസർ മാനുവലിൽ എഴുതിയിട്ടുണ്ട്. ബോക്സിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും നമുക്ക് നോയ്സി ബോക്സിൻ്റെ ഒരു വലിയ ബ്രാൻഡിങ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഒരു ചാർജറും കൂടിയുണ്ട്. വേറൊന്നും തന്നെ നമുക്ക് ഈ ബോക്സിനകത്ത് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ പ്രൊഡക്റ്റ് കയ്യിലെടുക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ ഞാൻ പറയാലോ, വളരെ പ്രീമിയം ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അത് ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഇത്രയും നല്ല പ്രീമിയം പ്രൊഡക്റ്റ് വേറെ കിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ശരിക്കും ഒരു റെട്രോ സ്റ്റൈലിൽ നമ്മൾക്ക് ഈ പ്രൊഡക്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു നോയ്സ് ബോക്സിൻ്റെ ബ്രാൻഡിങ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മൾക്ക് ഇൻപുട്ട് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു നോബ്. അപ്പോൾ ഇതിലെ റേഡിയോ ബാൻഡുകൾ നമ്മൾക്ക് ചേഞ്ച് ചെയ്യാനും അതേപോലെ ബ്ലൂടൂത്ത് അല്ലെങ്കിൽ ഇൻപുട്ട് മോഡിലേക്ക് മാറ്റാനും വേണ്ടിയാണ്. ഇനി റൈറ്റ് സൈഡിൽ നമുക്ക് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് തന്നെ ചാർജിങ് ഇൻഡിക്കേറ്ററാണ്. ഒരു ചെറിയൊരു ചാർജിങ് ഇൻഡിക്കേറ്റർ LED ആണ് കാണുന്നത്. തൊട്ടടുത്ത് തന്നെ 5 വോൾട്ടിൻ്റെ DC ഇൻപുട്ടിനുള്ളൊരു പഴയ സ്റ്റൈലിലുള്ളൊരു പോർട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഓക്സിൻ്റെ ഇൻപുട്ട്, മെമ്മറി കാർഡിൻ്റെ ഇൻപുട്ട്, അതേപോലെ USB പോർട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി മുകളിൽ നോക്കുവാണെങ്കിൽ ശരിക്കും നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വുഡൻ ലുക്ക് തന്നെയാണ്. അതായത് ഒരു വുഡാണെന്നേ വിചാരിക്കുകയുള്ളൂ, എന്നാൽ ഇതൊരു വുഡൻ ഫിനിഷാണ്. ലെഫ്റ്റിലും അതേ വുഡൻ ഫിനിഷ് തന്നെയാണ്. ഇനി മുകളിൽ നമ്മൾക്ക് അവിടെ ഒരു ആൻറ്റണ കൊടുത്തിട്ടുണ്ട്. സോ റേഡിയോയുടെ നല്ലൊരു റിസപ്ഷന് വേണ്ടിയിട്ട് അവർ ആൻറ്റണ കൊടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 20 സെൻറ്റിമീറ്ററോളം ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഇനി താഴെ നോക്കുവാണെങ്കിൽ നമുക്ക് 4 ബുഷുകൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ക്വാളിറ്റി കൺട്രോളിൻ്റെ ഒരു ഹോളോഗ്രാമും കൂടെ, ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞതിൻ്റെ ഒരു ഹോളോഗ്രാമും കൂടെ കൊടുത്തിട്ടുണ്ട്. പുറകിൽ ബ്ലാക്ക് കളർ ഫിനിഷാണ്. അവിടെ വലിയൊരു NB അതായത് നോയ്സി ബോക്സിൻ്റെ ബ്രാൻഡിങ്ങും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ഹോള്, അത് ആക്ച്വലി സബ് വൂഫറിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾക്ക് ഈ പ്രൊഡക്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ഇപ്പോൾ രണ്ടാമത് കാണുന്ന നോബാണ് ഓൺ ആക്കാനും അതേപോലെ വോളിയം കൺട്രോൾ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇത് ടേൺ ഓൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് മുകളിലുള്ള നമുക്ക് ബാൻഡിൻ്റെ ഫ്രീക്വൻസി സെലക്ട് ചെയ്യുന്ന ആ ഒരു നോബ് ഗ്ലോ ആവുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരു റെട്രോ സ്റ്റൈലിൽ നമ്മൾക്കൊരു ഹാലജൻ ബൾബിൻ്റെ ഒരു ലൈറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ AM-ഉം അതേപോലെ SW-ഉം FM-ഉം ഇതിൻ്റെ 3ൻ്റെ ഫ്രീക്വൻസി സെലക്ട് ചെയ്യാനുള്ളൊരു ട്യൂണിങ് നോബാണ്. ഇനി ഈ സൈഡിൽ നമ്മൾക്ക് ഒരു ക്രോം ഫിനിഷുള്ള ഗ്രില്ലിൽ ഒരു സ്പീക്കർ ഗ്രില്ല് കാണുന്നുണ്ട്. ഇനി അതേപോലെ താഴെ 3 ബട്ടൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ബട്ടൺ മോഡും പ്ലേ പോസിനും വേണ്ടിയിട്ടാണ്. പിന്നെ അടുത്തത് നെക്സ്റ്റും പ്രീവിയസും സോങ്സ് പോകാനായിട്ടും. ഇനി നമ്മൾക്ക് ബ്ലൂടൂത്ത് മോഡിലേക്ക് ഫസ്റ്റ് നോബ് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ ഒരു റെഡ് കളറിലൊരു ലൈറ്റ് കാണാൻ പറ്റും. അപ്പോൾ അത് ബ്ലിങ്കിങ് ആണെങ്കിൽ പെയറിംഗ് മോഡിലും അത് കണക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ബ്ലിങ്കിങ് സ്റ്റോപ്പ് ആവുന്നതായിരിക്കും. പിന്നെ ഓരോ 1 അല്ലെങ്കിൽ 2 സെക്കൻഡിലായിരിക്കും ബ്ലിങ്ക് ചെയ്യുന്നത്. അതേപോലെ AM, FM, SW. അപ്പോൾ ഇതിലേക്കൊക്കെ നമ്മൾ മാറ്റുവാണെങ്കിൽ ലൈറ്റ് ഓഫ് ആവുന്നതും കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിൽ സൈഡിൽ മെമ്മറി കാർഡ് ഇട്ടിട്ടുണ്ട്. നമ്മൾക്ക് വേണമെങ്കിൽ ഓക്സിലേക്കോ അല്ലെങ്കിൽ നമ്മൾക്ക് ഈ ഒരു USB-യിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഓണാക്കി പ്ലേ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇതെങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ചാർജിങ് കേബിൾ കിട്ടുമെന്ന് പറഞ്ഞു. സോ ഇതാണ് ആ ചാർജിങ് കേബിൾ. അപ്പോൾ ഈ പോർട്ട് നമ്മുടെ പഴയ മിനി USB പോർട്ടാണ്, മൈക്രോ USB അല്ല, മിനി USB പോർട്ടാണ്. സോ ഈ വയർ കളഞ്ഞു കഴിഞ്ഞാൽ കിട്ടാൻ വളരെ പാടാണ്. അപ്പോൾ ആ ഒരു കാര്യം മാത്രം നിങ്ങളോട് ഇത് നോട്ട് ചെയ്യാനുണ്ട്.
അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയും ലെങ്ത്തൊക്കെ വളരെ ഡീസൻ്റ് ആയിട്ടാണ്. അപ്പോൾ ഇത് പ്ലഗ് ചെയ്യാനായിട്ടുള്ള അഡാപ്റ്റർ അവർ തരുന്നില്ല. അപ്പോൾ നമ്മൾക്ക് ഏതെങ്കിലും സാധാരണ ഫോണിൻ്റെ ഒരു അഡാപ്റ്റർ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് നമ്മുടെ ഷവോമിയുടെ അഡാപ്റ്ററാണ്. ജസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട എൻ്റെ വോൾട്ടേജ് ആണ്. സോ 5 വോൾട്ടാണ് ഇതിൻ്റെ ഒരു ചാർജിങ്ങിൻ്റെ വോൾട്ടേജ്. അതായത് നമുക്ക് ആ ഒരു 5 വോൾട്ട് ഈ ചാർജറിലും കാണാൻ പറ്റുന്നുണ്ട്, ഈ റേഡിയോയിൽ അവർ എഴുതിയിട്ടുണ്ട് 5 വോൾട്ടാണ് ഇതിൻ്റെ ഇൻപുട്ട് എന്ന്. അപ്പോൾ ചാർജർ പ്ലഗ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ തൊട്ട് സൈഡിൽ റെഡ് കളറിലൊരു ലൈറ്റ് LED ലൈറ്റ് ഗ്ലോ ചെയ്യുന്ന കാണാൻ പറ്റും. സോ ഇത് ഫുൾ ചാർജ് ആയിക്കഴിഞ്ഞാൽ ആ റെഡ് കളർ മാറിയിട്ട് ആ ലൈറ്റ് അങ്ങനെ തന്നെ ഓഫ് ആകുകയാണ് ചെയ്യുന്നത്. ഏകദേശം 1 to 2 മണിക്കൂറാണ് ഇനിഷ്യലി ഇത് ഫുൾ ചാർജ് ആവാനായിട്ട് 0 to 100% ആവാനായിട്ട് എടുക്കുന്നത്. അതേപോലെ ഏകദേശം 6 to 7 മണിക്കൂറോളം ഒരു 80% വോളിയത്തിലൊക്കെ സുഖമായിട്ട് നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഓക്സ് കേബിളാണ്, ഇതെൻ്റെ കയ്യിലിരുന്നൊരു കേബിളാണ്, ഇതിൻ്റെ കൂടെ കിട്ടുന്നതല്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി, ഇതിൻ്റെ വോളിയം കാണിക്കാനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഓക്സ് വഴി ഒരു പാട്ട് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഓക്സ് കേബിൾ ജസ്റ്റ് സൈഡിൽ പ്ലഗ് ചെയ്യാം. പ്ലഗ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഓക്സ് മോഡിലേക്ക് മാറ്റണം. സോ ബൈ ഡിഫോൾട്ട് നമ്മൾ ആ ഫസ്റ്റ് നോബ് തിരിക്കുമ്പോൾ ബ്ലൂടൂത്ത് മോഡിലായിരിക്കും കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ബട്ടൺ നമ്മൾ ഒരു സെക്കൻഡേക്ക് 2 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഓക്സ് മോഡിലേക്ക് മാറുന്നതായിരിക്കും. സോ ഇപ്പോൾ ഓക്സ് മോഡിലേക്ക് മാറി. ഇനി ഞാൻ നിങ്ങൾക്കൊരു പാട്ട് പ്ലേ ചെയ്തിട്ട് നമുക്ക് വോളിയം ഫുള്ളാക്കി നോക്കാം, എത്രത്തോളമാണ് മാക്സിമവും മിനിമം വോളിയം എന്ന്. സോ നമുക്ക് വോളിയം എത്രയാണെന്ന് നോക്കാം. We chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.